Hi everyone, welcome back to our new weekly profit review video. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ ഞാൻ എടുത്ത ട്രേഡ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ ആ ഒരു ട്രേഡ്സിൽ ഞാൻ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റും അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കൺസോൾ പോയിട്ട് ലാസ്റ്റ് വീക്കിലെ P&L എത്ര ആദ്യം ചെക്ക് ചെയ്യാം. സോ അതിനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസോൾ ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് റിപ്പോർട്ടിൽ P&L സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സെഗ്മെന്റ് ഫ്യൂസ് ഓപ്ഷൻ ആണെങ്കിൽ സെലക്ട് ചെയ്യുക. അത് പ്രോഫിറ്റ് P&L, റിയലൈസ്ഡ് P&L അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ റേറ്റ് റേഞ്ച്, അതായത് ലാസ്റ്റ് വീക്കിൽ ഞാൻ എടുത്ത ട്രേഡ്, അതായത് വെള്ളിയാഴ്ചയാണ് ഞാൻ പൊസിഷൻസ് എടുക്കാറുള്ളത്. വ്യാഴം വെള്ളി രീതിയിലാണ് പൊസിഷൻ എടുക്കാറ്. വെള്ളിയാഴ്ച എടുത്ത പൊസിഷൻ അതുപോലെ ഇന്ന് ബുധനാഴ്ച ക്ലോസ് ചെയ്ത്, അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഏകദേശം 3 lakhs അടുത്താണ് ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 3,08,000 rupees, ഏകദേശം 2,500 രൂപ കമ്മീഷൻ പോയിട്ട് ഏകദേശം 3,05,000 rupees ആണ് ലാസ്റ്റ് വീക്കിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്ത പൊസിഷൻ വെള്ളിയാഴ്ച പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച്, ബാങ്ക് നിഫ്റ്റി ഒരു 47,800 ഈ ഒരു റേഞ്ചിലുള്ള സമയത്ത്, അതായത് മാർക്കറ്റ് 47,800 എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു സപ്ലൈ സോൺ ഉള്ള ഈ ഒരു സപ്ലൈ സോണിന്റെ അടുത്ത്, അതുപോലെ തന്നെ ഈ ഒരു താഴെ ഒരു ഡിമാൻഡ് ഉണ്ടാകും, ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം മാർക്കറ്റ് ഞാൻ ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യില്ല എന്നുള്ള എക്സ്പെക്ടേഷനിൽ ഞാൻ എന്ത് ചെയ്ത്, ഇതിന്റെ ഒരു 500 പോയിന്റ് അപ്പോ ഒരു കോൾ സ്പ്രെഡ് ആഡ് ചെയ്ത്, അതേപോലെ തന്നെ ഈ ഒരു ഡിമാൻഡ് താഴെയായിട്ട് എന്ത് ചെയ്തു, ഒരു പുട്ട് സ്പ്രെഡും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഏകദേശം 900,000 കോണിന്റെ അടുത്താണ് കോളും പുട്ടും കൂടെ ഒരുമിച്ച് അയൺ കൗണ്ടർ ആണ് ലാസ്റ്റ് വീക്കിൽ ആഡ് ചെയ്തത്. പക്ഷെ മാർക്കറ്റ് ഞാൻ എക്സ്പെക്ട് പോലെ തന്നെ മൂവ്മെന്റ് വന്നു. പക്ഷെ ലാസ്റ്റ് തിങ്കളാഴ്ച വലിയൊരു ഫാൾ ആയിരുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച, ഇന്നലെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു 2 days കൊണ്ട് തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ആയതുകൊണ്ട് ഞാൻ എക്സ്പയറി വരെ വെയിറ്റ് ചെയ്തിട്ടില്ല. സോ ഇന്നലെ തന്നെ ഞാൻ എന്റെ പൊസിഷൻസ് ഇവിടെ ക്ലോസ് ചെയ്ത്. ഓക്കെ, അപ്പൊ മെയിൻലി ഞാൻ ഇവിടെ എന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ ക്ലോസ് ചെയ്യുന്ന അസംഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ വന്ന് ഏകദേശം എന്റെ ബ്രേക്ക് പോയിന്റ് അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് നെക്സ്റ്റ് ആ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും ചെയ്ത്, പക്ഷെ അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ആയതുകൊണ്ട് തന്നെ ഇന്നലെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് വന്ന സമയത്ത്, ഈ ഒരു ഹൈപ്പ് വന്ന സമയത്ത് ഞാൻ എന്റെ ഒരു മാക്സിമം പ്രോഫിറ്റിൽ തന്നെയാണ് ആ ഒരു ട്രേഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടലി ഈ ഒരു P&L എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3,08,000 ആണ് ഈ ഒരു ട്രേഡിൽ ലാസ്റ്റ് വീക്ക് ഞാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.